കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഏപ്രിൽ 9 അങ്ങനെ 9 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ എല്ലാ മൂന്ന് മുന്നണികളും, അതായത് NDA ആദ്യമേ തന്നെ അവരുടെ പ്രകടന പത്രിക പ്രഖ്യാപിച്ചു. ഇന്നലെയായിട്ട് മറ്റ് രണ്ട് മുന്നണികൾ, പ്രമുഖമായിട്ടുള്ള മുന്നണികൾ LDF UDF കൂടി പ്രകടന പത്രിക പ്രഖ്യാപിച്ചിരുന്നു. NDAക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം, കാരണം അവരെന്തായാലും അധികാരത്തിലൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് തന്നെ അവർക്ക് വിളിച്ചു പറയാനും അവർ പേടിക്കേണ്ടതില്ല. അതേസമയം UDFും LDFിൻ്റെയും കാര്യത്തിൽ അങ്ങനെയല്ല, അവർ അധികാരത്തിലേക്ക് വരാൻ രണ്ട് മുന്നണികൾക്ക് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ആലോചിച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിലുള്ളൊരു പ്രകടന പത്രിക ഇറക്കാൻ കഴിയൂ. ഈ പ്രകടന പത്രികകൾ നേരത്തെ ഒരു തമാശയായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ, കാരണം ഇതൊന്നും ആരും തന്നെ ഗൗനിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടുള്ള രണ്ടാളുകൾ എന്ന് പറയുന്നത്, ഒന്ന് അമിത്ഷായാണ്. അമിത്ഷാ പറഞ്ഞത് പ്രകടന പത്രികകളൊന്നും നടപ്പാക്കാനുള്ളതല്ല എന്നുള്ളതാണ് അമിത്ഷാ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ അമിത്ഷായുടെ അനുചരനും ശിഷ്യനുമായിട്ടുള്ള നമ്മുടെ ശ്രീധരൻ പിള്ള, അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുപ്പൊക്കെ കാലത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി, അല്ലാതെ ഗൗരവത്തിലൊന്നും നിങ്ങൾ എടുക്കേണ്ട. ആരെങ്കിലും ഗൗരവത്തിൽ എടുക്കുമോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് വന്നത് യഥാർത്ഥത്തിൽ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് വന്നപ്പോഴാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അത് അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമാണ്, രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം വരികയും ആദ്യം 600 പദ്ധതികൾ നടപ്പാക്കുമെന്ന് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. അതിൽ 590 എണ്ണവും ഞങ്ങൾ നടപ്പിലാക്കി എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു 2021 എത്തിയപ്പോൾ. അതിനുശേഷം 2021 കഴിഞ്ഞ് ഇപ്പോൾ 2026 എത്തുമ്പോൾ 900ഓളം പദ്ധതി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നും അതിൽ 870 എണ്ണം ഒന്നില്ലെങ്കിൽ നടപ്പാക്കുകയോ അല്ലെങ്കിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തുടങ്ങുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ പ്രകടന പത്രികയെ കുറച്ചുകൂടി ഗൗരവത്തിൽ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ഞങ്ങൾ എന്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് പറയാനുള്ള ഒരു കാര്യമായി കണ്ടത് ഇടതുമുന്നണി സർക്കാരാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തന്നെ തർക്കമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പ്രകടന പത്രിക എന്തായിരിക്കും എന്നുള്ളത് ആളുകളൊക്കെ കുറച്ചുകൂടി കൃത്യമായി ഉറ്റുനോക്കിയിരുന്നു, പ്രത്യേകിച്ചും LDFിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ തന്നെ. അപ്പോൾ ഇതിൽ ആരുടെ പ്രകടന പത്രികയാണ് നല്ലത് എന്ന് നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രകടന പത്രികയുടെയൊക്കെ നേരത്തെയുള്ള അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അത് 2011 നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവരൊരു പ്രകടന പത്രിക ഇറക്കിയിരുന്നു. ആ പ്രകടന പത്രികയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വളരെ വിശദമായിട്ടുള്ള പ്രകടന പത്രികയാണ്, തോന്നിയതെല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തേത് കൃഷിയും അനുബന്ധ മേഖലകളും എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അടിസ്ഥാന സൗകര്യ വികസനവും വിദ്യാഭ്യാസവും, പിന്നെ ധനസമാഹരണവും പദ്ധതി നടത്തിപ്പും. ധനസമാഹരണം എന്ന് പറഞ്ഞാൽ അവരവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ ധനാപഹരണം എന്നുള്ളതാണോ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഊർജ്ജ മേഖല, പിന്നെ ഭാഷ, കല, സംസ്കാരം, പിന്നെ കലാ കായികം, പിന്നെ സർക്കാർ ജീവനക്കാരും പരിസ്ഥിതി സംഘടനകളും, കാലാവസ്ഥ, വനം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യമുക്ത കേരളം, ഇതുപോലെ തലസ്ഥാന നഗര വികസനം എന്നിങ്ങനെ 16ഓളം വരുന്ന ഇനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇവർ ഏറ്റവും ആദ്യത്തെ തന്നെ ഹെഡിങ് ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ ആമുഖം ഞാൻ നിങ്ങളോടൊന്ന് വായിക്കാം. ഏതാണ്ട് ഇന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ അന്നും പറഞ്ഞിട്ടുള്ളത്. സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ മുന്നിലായിരുന്ന നമ്മുടെ സംസ്ഥാനത്തെ വികസന സ്തംഭനത്തിൻ്റെയും വിലക്കയറ്റത്തിൻ്റെയും കെടുകാര്യസ്ഥതയും പടുകുഴിയിൽ തള്ളിയിട്ട ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ ഭരണത്തിൻ്റെ പടിയിറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദ സർക്കാരിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് വികസനവും കരുതലും എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക തുടങ്ങുന്നത്. അതിൽ ഏറ്റവും ആദ്യമേ തന്നെ കൃഷിയെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് പലിശരഹിത വായ്പ, സബ്സിഡികൾ, ഉൽപ്പാദന ബോണസ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകും എന്നാണ് പറഞ്ഞേക്കുന്നത്. നെല്ലിന് താങ്ങുവില ഉയർത്തുമെന്നുള്ളതാണ്. ഇത്തരത്തിൽ പലിശരഹിത വായ്പകൾ ആർക്കെങ്കിലും കിട്ടിയോ, സബ്സിഡി കിട്ടിയോ, ഉൽപ്പാദന ബോണസ് കിട്ടിയോ എന്നുള്ളതൊന്നും നമുക്കറിയാൻ പാടില്ല. ഇതൊക്കെ ഒരു തമാശയായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രീധരൻ പിള്ളയൊക്കെ കുറച്ചുകൂടി അറിയാതെ സത്യം പറഞ്ഞു പോകുന്ന ആളായതുകൊണ്ട് പറഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. പുള്ളി 10-200 കഥ എഴുതുന്നതിനിടക്ക് കഥ ഏതാണ്, അതുപോലെ രാഷ്ട്രീയം ഏതാണെന്നൊക്കെ ഇടയ്ക്ക് തെറ്റിപ്പോകും. അങ്ങനെയാണ് പുള്ളി പല സത്യങ്ങളും പറയുന്നത്. സുവർണാവസരം എന്നൊക്കെ ശബരിമലയെക്കുറിച്ച് പുള്ളി സത്യസന്ധമായി പറഞ്ഞൊരു കാര്യം നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാതെ പുറത്തേക്ക് വന്നതാണ്, പക്ഷേ എങ്കിൽ പോലും അതെല്ലാം സത്യമാണ്. ഉറക്കത്തിലെങ്കിലും സത്യം പറയുന്ന ഒരാളാണെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. പിന്നെ പച്ചത്തേങ്ങ സംഭരണം എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുമെന്നാണ്. ഇളനീർ കച്ചവടം വിപുലീകരിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ വെള്ളം, ഇളനീർ ലോകമെമ്പാടും തന്നെ വലിയ ബിസിനസ്സായി കൊണ്ടുപോകും. അപ്പോൾ ആ ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളെല്ലാം തന്നെ പ്രത്യേകമായിട്ട് സഹായിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് സ്കൂൾ പാഠ്യവിഷയത്തിൽ കൃഷിയും ഉൾപ്പെടുത്തും. സ്കൂളുകളിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിച്ച് കുട്ടികളിൽ കൃഷിയെപ്പറ്റി
അതിനുള്ള അവബോധം വളർത്തിയെടുക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തോന്ന് പുള്ളിയോട് ചോദിക്കാൻ ഇപ്പോൾ പറ്റില്ല, കാരണം പുള്ളി മരണപ്പെട്ടു പോയതുകൊണ്ട്. പക്ഷേ കൂട്ടത്തിലുള്ള മന്ത്രിമാരോട് ചോദിച്ചാൽ അവർ വാ പൊളിക്കും, ഇതൊക്കെ എഴുതി വെച്ചിരുന്നു എന്നുള്ളത് അവർക്ക് പോലും അറിയാൻ പറ്റില്ല. പിന്നെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് മറ്റേ മഞ്ജു വാര്യർ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമ എന്ന് പറയുന്നത് ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ സിനിമയാണ്. അത് 2014 പുറത്തേക്ക് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ 2014 പുറത്തേക്ക് വന്നെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ നേരത്തെ തന്നെ ഈ കഥ ഇതൊക്കെ എഴുതിയവർ വായിച്ചു നോക്കിയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം ഇതിനകത്തുണ്ട്. കാരണം മട്ടുപ്പാവിലെ കൃഷിയും അടുക്കളത്തോട്ടങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കർഷക സമൂഹത്തെ ശക്തിപ്പെടുത്താനും കൃഷി കാര്യാലയത്തെ കർഷക സൗഹൃദമാക്കാനും കൃഷിഭവൻ മുതൽ സംസ്ഥാന തലം വരെ കർഷക സഭകൾ രൂപീകരിക്കും എന്നുള്ളതാണ്. അതൊന്നും വലിയ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ചില വായി തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മലയോര പിന്നോക്ക ജില്ലകളുടെ സമഗ്ര വികസനത്തിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിൽ ഹൈവേ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നേരത്തെ നടന്നുകൊണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം യഥാർത്ഥത്തിൽ NDAയുടെ മുതലുള്ള ഓരോന്നിൻ്റെയും നമുക്ക് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാൻ, കൃത്യമായിട്ട് ഈ പ്രകടന പത്രിക ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇതിൽ തൊഴിൽ ദാതകരായിട്ടുള്ള നിക്ഷേപകർക്ക് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കും എന്ന് പറഞ്ഞിട്ട് അത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെ ഒക്കെ പ്രകടന പത്രികയിൽ ഒന്നാണ്. എല്ലാവരും തന്നെ അതിൽ സമ്മതിച്ചിട്ടുണ്ട്. ആരും തന്നെ 3500 ആക്കുമെന്നോ 5000 ആക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. NDAക്ക് വേണമെങ്കിൽ അതൊരു 10000 ആക്കുമെന്ന് പറയാമായിരുന്നു, കാരണം അവരെന്തായാലും അധികാരത്തിൽ വരില്ലെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവർ അത്രയും പോന്നിട്ടില്ല. തൊഴിൽദായകരായ നിക്ഷേപകർക്ക് ഓരോ തൊഴിൽ സൃഷ്ടിക്കുന്നതിന്, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണോട്ടോ, ഓരോ തൊഴിൽ സൃഷ്ടിക്കുന്നതിന് 1 ലക്ഷം രൂപയുടെ വായ്പ നൽകുമെന്നാണ്, വളരെ കുറഞ്ഞ പലിശയ്ക്ക്. എന്ന് പറഞ്ഞാൽ 100 തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1 കോടി രൂപ വായ്പ കൊടുക്കും എന്നൊക്കെയാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ അർഹരായിട്ടുള്ള, അത് വേറൊരു കാര്യമുണ്ട്, അർഹരായിട്ടുള്ള ഗൃഹനാഥകൾക്ക് ഈ 3000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് അർഹരായിട്ടുള്ള ഗൃഹനാഥകൾക്കും വിധവകൾക്കും പിന്നെ 70 വയസ്സ് കഴിഞ്ഞവർക്കുമായിട്ട്, അതായത് നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കുന്ന പോലെ എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അർഹരായ സ്ത്രീകൾക്ക്, അർഹരായ എന്നുള്ളത് എപ്പോഴെങ്കിലും എഴുതി വെക്കാം, കാരണം അർഹത എന്താണെന്ന് ഇവർ പിന്നീട് തീരുമാനിക്കും. 2500 രൂപയുടെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് നൽകും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കേരളത്തിൽ ഓരോ വീടിനും 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായിട്ട് നൽകും. പിന്നെ ഓണത്തിനും ക്രിസ്മസിനും 2 LPG സിലിണ്ടർ വീതം നൽകും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കെല്ലാം തന്നെ അവരുടെ പഞ്ഞമാസങ്ങളിൽ 6000 രൂപ നൽകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് തമാശക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അവരെഴുതി വെച്ചേക്കുന്നത് കേരളത്തിൽ ആദ്യ എയിംസ് കൊണ്ടുവരും എന്നാണ്. എയിംസ് കൊണ്ടുവരും മറ്റേ മോനെ എന്നുകൂടി എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമായിരുന്നാലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആ മറ്റേ മോനെ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത തമാശ എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരുമെന്നാണ്. ഇപ്പം തന്നെ നിലവിലുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഇംഗ്ലീഷ് മീഡിയം എടുത്തു മാറ്റിയിട്ട് ഇനി ഇവർ വേറെ ഏതെങ്കിലും അമേരിക്കൻ ഇംഗ്ലീഷാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം UK ഇംഗ്ലീഷാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അത് മാറ്റിയിട്ട് ചിലപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ് കൊണ്ടുവരുമെന്നാണ്. എന്താണോ ഈ പറയുന്ന പോലെ എഴുതി വെച്ച വെളിവില്ലാത്തവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. ഇതുപോലെയുള്ള പിന്നെ ഇത്തരത്തിലുള്ള കുറേ പരിപാടികൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കോമഡിയായി എനിക്ക് തോന്നിയ 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് എയിംസ് ആണ്, രണ്ടാമത്തത് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരും എന്നുള്ളതാണ്. ഇനി അത് CBSE ആക്കുമെന്നാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കുമെന്നാണെന്നുള്ളത് നമ്മൾ അവിടെ ചെന്ന് ചോദിക്കണം. പക്ഷേ ഇത് ആരോട് ചോദിക്കും എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ചോദിച്ചാൽ ഇതിനേക്കാൾ വലിയ ബ്ലണ്ടറായിരിക്കും രാജീവ് ചന്ദ്രശേഖരൊക്കെ പറഞ്ഞുകൊണ്ട് വരിക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ചോദിക്കുന്നുണ്ടായല്ലോ, വത്തിക്കാനിൽ എന്ത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ എന്ത് ചെയ്യാൻ പറ്റുമോ, വേറെ മതക്കാർക്ക് ഇതാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ്ടേ. അതെല്ലാം മതരാഷ്ട്രമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടാലും ഇതൊന്നും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ട്രിവാൻഡ്രം കണ്ണൂരിലേക്ക് അതിവേഗ റെയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രം കാലിക്കറ്റിലേക്ക് മെട്രോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അടുത്തൊരു വാചകം ഇവർ പറഞ്ഞേക്കുന്നത് ശബരിമല ഗുരുവായൂർ ഭരണത്തിന് ഭക്തർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടുകൊണ്ട് ഈ ഭക്തന്മാർക്ക്, അതായത് കൂടുതൽ ഈ പറയുന്ന പോലെ ചന്ദനക്കുറിക്ക് തൊട്ടിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഈ പറയുന്ന പോലെ സൗകര്യം ഒരുക്കും, അതിനകത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ അധികാരം പങ്കിടുമെന്നാണ്. പക്ഷേ ഇതിൽ BJP പോലും പറയാത്തൊരു കാര്യം കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് കഠിനമായി പോയി, അതിലേക്ക് ഞാൻ വരാം. ഇത് ആണ് ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ നമ്മുടെ NDAയുടെ UDFിൻ്റെ പ്രകടന പത്രികയാണ്. UDFിൻ്റെ പ്രകടന പത്രികയിലും ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ മുഴുവൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളോട് വായിക്കുന്നില്ല. പക്ഷേ അതിലുള്ള ചില വ്യത്യസ്തമായ
ഇതേവരെ നിങ്ങൾ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, വായിക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് വാച്ച് ടവർ കൊണ്ടുവരുമെന്നാണ്. നമ്മളിപ്പോൾ ഒരു വാച്ച് ടവറുകളൊക്കെ സ്ഥാപിക്കൂലേ സ്ഥലങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഇവരെ എനിക്ക് തോന്നുന്ന ജോബ് വാച്ച് ടവർ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, വിദേശത്തുള്ള ജോലികൾ, ആഗോള തൊഴിൽ മേഖലകളൊക്കെ തന്നെ ഇവർ വീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ആ വാച്ച് ടവറിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുമോ, അതല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുമോ, ഇനി ആളുകളെ എന്താണ് കപ്പലിൽ അക്കരെ എത്തിക്കുമോ എന്നുള്ളതാണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ടോളറൻസ് എന്ത് ചെയ്യും, കൊണ്ടുവരും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഈ മിനിസ്ട്രി ഓഫ് ടോളറൻസ് കൊണ്ടുവരും, സഹിഷ്ണുതയുടെ മന്ത്രാലയം കൊണ്ടുവരും എന്ന് പറഞ്ഞേക്കണ അതേ ചടങ്ങിൽ വെച്ചിട്ടാണ് വി.ഡി. സതീശൻ യഥാർത്ഥത്തിൽ ഈ ചടങ്ങിൽ നിങ്ങൾ ഈ പ്രകടന പത്രികയെക്കുറിച്ചുള്ള ചോദ്യങ്ങളല്ലാതെ മറ്റൊന്നും ചോദിക്കരുത്, വയനാട് വീടിനെ കുറിച്ച് ചോദിക്കരുത് എന്ന് എന്ത് ചെയ്തത്, ഈ പറയുന്ന കൈരളിയുടെയും ദേശാഭിമാനിയുടെയൊക്കെ ആളുകളോട് പറഞ്ഞത്, അസഹിഷ്ണുത കാണിച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന പോലെ മിനിസ്ട്രി ഓഫ് ടോളറൻസ് വരുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞിരുന്ന നിരവധി കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അതായത് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞിരുന്നു KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീകൾക്ക് സൗജന്യമായതോടുകൂടി എല്ലാവരും ഹാപ്പിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ടെലിവിഷനിലൂടെയൊക്കെ കൊടുക്കുന്ന പരസ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ എങ്ങനെയും അന്വേഷിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, കൊണ്ടുവരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേവസ്വം ബോർഡിനെ അഴിമതി മുക്തമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാരും തന്നെ ഭരിക്കാൻ കയറില്ല എന്നുള്ളതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് അഴിമതി മുക്തമാവുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കുന്നൊരു കാര്യമല്ല. പക്ഷേ BJPയേക്കാൾ വലിയ വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ഈ അവരുടെ രാഷ്ട്രീയമൊക്കെ എടുത്തുകൊണ്ട് വലിയൊരു കാര്യം കൂടി കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അത് ആചാര ലംഘനങ്ങൾക്ക്, ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നാളെ ഇപ്പോൾ ഒരു പെൺകുട്ടി ആചാരം ലംഘിച്ച് എന്ത് ചെയ്യുന്നു, അമ്പലത്തിൽ കയറുന്നു എന്ന് പറഞ്ഞാൽ നിയമപരമായി ശിക്ഷിക്കാനുള്ള എന്ത് ചെയ്യണം, അധികാരത്തിലേക്ക്, നിയമത്തിലേക്ക് മാറുമോ? അതായത് നാളെ ഇപ്പോൾ ഒരു അമ്പലത്തിൽ ആചാരം നമ്മളാരെങ്കിലും പോയി തെറ്റിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നേരത്തെയൊക്കെ പറഞ്ഞാൽ അത് പുണ്യാഹം തളിച്ച് അല്ലെങ്കിൽ ശുദ്ധി കലശമൊക്കെ വരുത്തിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് പോരാ, ചിലപ്പോൾ നമ്മൾ ജയിലിലും കൂടി കിടക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തൊരു അസംബന്ധമാണ് കോൺഗ്രസിനെ പോലൊരു പാർട്ടി കാണിച്ചു വെക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് BJP പോലും പറയാത്ത അത്രയും വലിയ തീവ്രമായിട്ടുള്ള ഒരു ഈ പറയുന്ന പോലെ ആചാരങ്ങളുടെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ നിങ്ങളോട് പറയാം, LDFൻ്റേത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടി പ്രോപ്പറായിട്ടുള്ള ഒരു ഈ പറയുന്ന പോലെ പ്രകടന പത്രികയാണ്. ഞാൻ വളരെ അൺബയസ്ഡ് ആയിട്ടാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതിൽ ഏറ്റവും ആദ്യം ഇതിൽ UDFൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. KSRTC സൗജന്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ നടപ്പാക്കുമെന്ന് എനിക്കറിയില്ല, കാരണം അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വകാര്യ കുത്തക ഹോസ്പിറ്റലുകൾക്ക് ഒരു ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി ആളുകൾ ചികിത്സിക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണോ എന്ന് പറയുന്ന സംശയം എനിക്കുണ്ട്. പിന്നെ കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് ഉണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്താണ് ഹോസ്പിറ്റലുകൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലുകളുണ്ട്, പക്ഷേ അതിൻ്റെ പേര് മാറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. 1-2 കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. ബെഡ് അവകാശമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പോൾ ആളുകളുടെ നമ്പർ കൂടുതലായതുകൊണ്ടാണ് എല്ലാവർക്കും ബെഡ് കൊടുക്കാൻ പറ്റാത്തത്, പക്ഷെ അത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബറിന് 300 രൂപയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നെല്ലിന് 35 രൂപയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10,000 പുതിയ MSME യൂണിറ്റുകൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആശാ വർക്കർമാർക്ക് പായ്ച്ച് കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ പറഞ്ഞുകൊണ്ടാണ് അവർ സമരം ചെയ്തത്. അപ്പോൾ അവർക്ക് 330 രൂപ മൂലം 700 രൂപയാക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സ്നേഹസുമംഗലി കല്യാണ മണ്ഡപങ്ങൾ നിർമ്മിക്കും. അതായത് മണ്ഡപങ്ങൾ നിർമ്മിച്ച് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടി കല്യാണം നടത്താനുള്ള സൗകര്യം ഒരുക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ നടപ്പിലാകില്ല എന്നുള്ളത് ദൈവത്തിന് പോലും അറിയാൻ പറ്റില്ല. പിന്നെ അടുത്തത് 5 ലക്ഷം വീടുകൾ നൽകും എന്നാണ് പറഞ്ഞേക്കുന്നത്. 5 ലക്ഷം വീടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 5 ലക്ഷത്തോളം വീടുകൾ നൽകും എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ വയനാട് കൊടുക്കാമെന്ന് പറഞ്ഞ വീട് ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ചോദിക്കുന്നവരെയൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട UDFൻ്റെ പത്രികയിലുള്ളത്. ഇനി അടുത്തത് LDFൻ്റെ പത്രികയാണ്. 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാം, കാരണം 2000 രൂപ വരെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഇതിൽ തന്നെ 2500 ആക്കുമെന്നാണ് പറഞ്ഞത്, പക്ഷെ അതാക്കാൻ കഴിഞ്ഞില്ല.
അതുകൊണ്ട് 2000 രൂപ ആക്കും, 1000 രൂപ കൂടി അടുത്ത 5 കൊല്ലം കൊണ്ട് കൂട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാമൂഹ്യക്ഷേമവും ഒക്കെ തന്നെ മുൻനിർത്തിയാണ് അത്തരത്തിലുള്ള ഒരു പ്രകടന പത്രിക ഉണ്ടാക്കിയിട്ടുള്ളത്. കേവല ദാരിദ്ര്യം ഇല്ലാതാക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അതിദാരിദ്ര്യം ഇല്ലാതാക്കി, ഇപ്പോൾ കേവല ദാരിദ്ര്യം കൂടി ഇല്ലാതാക്കും എന്നുള്ളതാണ്. 5 ലക്ഷം കുടുംബങ്ങളെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക്, അതായത് കേവല ദാരിദ്ര്യം ഇല്ലാതെ മുകളിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ തന്നെ ഏതാണ്ട് 36-37% സ്ത്രീകൾ ഇപ്പം കേരളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ആ ജോലി ചെയ്യുന്നവരുടെ നമ്പർ 37% എന്നുള്ളത് ഒരു 50%-ത്തിലേക്ക് എത്തിക്കും. അത് കുടുംബശ്രീ വഴി തൊഴിൽ നൽകും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് എങ്ങനെ നടപ്പാക്കുമെന്ന് എനിക്കറിയില്ല. പഠിച്ചാൽ ജോലി ഉറപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കേരളത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഉറപ്പായിട്ട് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ കൃഷിയും അനുബന്ധ മേഖലകളിൽ നാളികേരത്തിന് 45 രൂപയാക്കും, നെല്ലിന് 35 രൂപയാക്കും, റബ്ബറിന് 300 രൂപയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യ മേഖല വികസനത്തിന് 5 വർഷം കൊണ്ട് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾക്ക്, ഇൻഫ്രാസ്ട്രക്ചറിന്. അത് 1,10,000 കോടി രൂപയുടെ കഴിഞ്ഞ തവണ തന്നെ കിഫ്ബി വഴി നടപ്പിലാക്കി എന്ന് പറയുന്നു. അത് 2 ലക്ഷം കോടി രൂപയുടേതാക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ലൈഫ് മിഷൻ 2.0 വഴി പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് മുഴുവൻ തന്നെ പാർപ്പിടം കൊടുക്കുമെന്ന്, സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാവർക്കും തന്നെ വീടുള്ള ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രം കാലിക്കറ്റ് മെട്രോ റെയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം, ഈ പറയുന്ന പോലെ വയനാട്, അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ മറ്റ് ചില പദ്ധതികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റെയിൽവേ ക്രോസുകൾ ഇല്ലാത്ത ഒരു സ്റ്റേറ്റാക്കി നമ്മളെ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്കനവാടികൾ സ്മാർട്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർവത്രിക ആരോഗ്യ പരിപാലനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ഈ ആരോഗ്യ പരിപാലനത്തിൽ, അസുഖങ്ങൾ ചികിത്സക്കൊക്കെ തന്നെ. അത് മാറ്റിക്കൊണ്ട് പരിധിയില്ലാതെ അത്തരത്തിൽ അസുഖങ്ങൾക്കുള്ള ചികിത്സ ലഭ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് ആയിട്ടുള്ളൊരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞാലുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അങ്ങേയറ്റം പ്രതിലോഭകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അടങ്ങുന്നത് UDFൻ്റെ പട്ടികയാണ്. ആ UDFൻ്റെ പട്ടികയിൽ കുറേ കൂടി വലിയ വാഗ്ദാനങ്ങളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ആചാര സംരക്ഷണത്തിന് വേണ്ടി നിയമം പാസ്സാക്കുമെന്നൊക്കെയുള്ള പിന്തിരിപ്പനായിട്ടുള്ള വാദങ്ങളുണ്ട് എന്നുള്ളത് കൂടി മറന്നു പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടി വിശ്വാസയോഗ്യമായിട്ടുള്ള പ്രകടന പത്രിക ഉറപ്പായിട്ടും LDFൻ്റേതാണ് എന്നുള്ളത് പറയാതിരിക്കുക വയ്യ. കാരണം BJPയെ സംബന്ധിച്ചോളം എയിംസ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമില്ല. LDFൻ്റെ പ്രകടന പത്രികയിൽ എയിംസ് നമുക്ക് അനുവദിച്ചില്ലെങ്കിൽ എയിംസിൻ്റെ അതേ നിലവാരത്തിലുള്ള റിസർച്ച് അടങ്ങുന്ന വലിയ ഹോസ്പിറ്റൽ നമ്മളുടെ ചെലവിൽ തന്നെ ഇവിടെ സ്ഥാപിക്കും എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ, വളരെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടി നടപ്പാക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്ന പ്രകടന പത്രിക ഉറപ്പായിട്ടും LDFൻ്റേതാണ്, പിണറായി വിജയൻ്റേതാണ്.